ഹലോ, അരവിന്ദല്ലേ? അരവിന്ദിന്റെ ലോൺ സാങ്ഷൻ ആയിട്ടുണ്ട്. ആ, താനോ? എന്താ ഇവിടെ? ഞാൻ സാറിനെ അന്വേഷിച്ച് ബാങ്കിൽ വന്നായിരുന്നു. അപ്പൊ അവരാ പറഞ്ഞ ഫീൽഡിലാണ്. അതാ ഇങ്ങോട്ട് വന്ന. എന്തായിരുന്നു കാര്യം? സാർ ഞാൻ പറഞ്ഞില്ല, ലോണിന്റെ കാര്യം. എടോ, ഞാനത് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്കോർ ഭയങ്കര ലോ ആണ്. റിജക്റ്റ് ആയി സാർ. റിജക്റ്റ് ആക്കിയവര്. എനിക്ക് ആ ഫണ്ട് കുറച്ച് അത്യാവശ്യമായിരുന്നു. എന്താവശ്യത്തിനടുത്ത ലോൺ? എനിക്കൊരു വർക്ക്ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. ഫ്രണ്ടിന്റെ കൂടെ കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കിയായിരുന്നു. ഒരാഴ്ചക്കുള്ളിൽ മെഷീൻ അഡ്വാൻസ് കൊടുക്കണം. ഇതുവഴി ശരിയായില്ലെങ്കിൽ ആ അവസരം കൂടി പോകും. തനിക്ക് സിബിൽ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എല്ലായിടത്തും ഇതേ മറുപടിയാണ് സാർ. സിബിൽ ഇല്ല, സ്കോർ ഇല്ല. തന്റെ സിബിലിൽ മുൻപെടുത്ത ലോണിന്റെ പേയ്മെന്റ് ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. സാർ ഞാൻ മനഃപൂർവ്വം അടയ്ക്കാഞ്ഞതല്ല സാർ. ഞാനങ്ങ് ഒളിച്ചുകൂടിയിട്ടില്ല സാർ. ആ സമയം എല്ലാം കൂടി ഒരുമിച്ചാവുന്നത്. ജോലി പോയി, വീട്ടിലെ ചെലവ് കൂടി. അപ്പോൾ EMI അടയ്ക്കുന്നതിനേക്കാളും ജീവിതം ഒന്ന് പിടിച്ചു നിർത്താനുള്ള ശ്രമമായിരുന്നു. എടോ, എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. പക്ഷെ നമ്മുടെ സിസ്റ്റം അങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. ഒരാളുടെ ട്രാൻസാക്ഷൻ മുഴുവൻ ട്രാക്ക് ചെയ്യുന്ന സിസ്റ്റത്തിന് അയാളുടെ ലൈഫ് എപ്പോഴാണ് ഡൗൺ ആയി പോയെന്ന് മാത്രം അറിയില്ല. ലേറ്റ് പേയ്മെന്റ്, ഓവർ ഡ്യൂ, ഡീഫോൾട്ട് എല്ലാം കാണും. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഒരാൾ എന്തൊക്കെ മാനേജ് ചെയ്താണ് ജീവിച്ചു പോകുന്നതെന്ന് ഒരു സ്റ്റേറ്റ്മെന്റിലും വരില്ല. ഇന്നൊക്കെ ഒരാളെ വിലയിരുത്തുന്ന പോലും അയാളുടെ സിബിൽ സ്കോർ നോക്കിയിട്ടാണല്ലോ, അല്ലേ? എടോ, ഇപ്പൊ എനിക്ക് ഡയറക്റ്റ് അപ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം വേറെ ഓപ്ഷൻ ഇല്ല എനിക്ക്. അപ്പൊ ശരി സാർ. എടോ, ഇനി എവിടെന്നെങ്കിലും ലോൺ എടുക്കുമ്പോ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഒരു തവണ ട്രാക്ക് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ നേരെയാകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്ട്രെയിറ്റ് ആയിരുന്ന ജീവിതം തന്നെയാണ് സാർ ആദ്യം തെറ്റിയത്.